Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കുട്ടികളിൽ സൽസ്വഭാവം വളർത്താൻ അധ്യാപകർക്ക് പരിശീലനം നൽകി ലയൺസ് ക്ലബിന്റെ മാതൃകാ പ്രവർത്തനം. ലയൺസ് ക്വസ്റ്റ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കാലടി ശ്രീശാരദാ വിദ്യാലയയിൽ നടന്നു. പരിശീലനം ലഭിച്ച അധ്യാപകരിലൂടെ വിദ്യാർത്ഥികളിൽ സൽസ്വഭാവവും മാതൃകാ വ്യക്തിത്വവും വളർത്തിയെടുക്കാനാണ് ലയൺസ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കാലടി ശ്രീശാരദാ വിദ്യാലയയിൽ 2 ദിവസത്തെ ടീച്ചേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചതെന്ന് ലയൺസ് ക്ലബ്ബ് ഓഫ് അങ്കമാലി എയർ സിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഡിസ്ട്രിക്ട് 318 ഡിസ്ട്രിക്ട് ഗവർണറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ലയൺസ് ക്ലബ്ബ് ഓഫ് അങ്കമാലി എയർ സിറ്റിയാണ് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീശാരദ വിദ്യാലയ കാലടിയിൽ വെച്ചാണ് 35ഓളം ടീച്ചേഴ്സിനായിട്ടുള്ള ട്രെയിനിങ്ങും അവരിലൂടെ 900ഓളം കുട്ടികൾക്കായി എത്തിപ്പെടുന്ന ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഞങ്ങളുടെ ടീം മെമ്പേഴ്സിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ ലയൺസ് ക്വസ്റ്റ് എന്ന പ്രോഗ്രാം ഇന്ന് അങ്കമാലി എയർ സിറ്റി ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ ടീച്ചേഴ്സിനെയും പ്രത്യേകം അനുമോദിക്കുന്നു. ലയൺസ് ഇൻ്റർനാഷണൽ നടത്തുന്ന ഏറ്റവും ഒരു മികച്ച ഒരു പ്രോഗ്രാമായ ലയൺസ് ക്വസ്റ്റിൻ്റെ ഇനാഗ്രേഷനാണ്. ഡിസ്ട്രിക്ട് ലെവൽ ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലയൺസ് ക്ലബ്ബ് ഓഫ് അങ്കമാലി എയർ സിറ്റിയാണ് അത് ഓർഗനൈസ് ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ നടത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ന് ഈ പ്രോഗ്രാം നടത്തപ്പെടുന്ന ശ്രീ ശാരദ വിദ്യാലയ സ്കൂളിൻ്റെ പ്രിൻസിപ്പളും അതിൻ്റെ അഡ്മിനും എല്ലാവരും നമുക്ക് വളരെയധികം ടീച്ചേഴ്സ് എല്ലാവരും വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലബിൻ്റെ മെമ്പേഴ്സ് അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലാസ് എടുക്കുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ക്ലാസ് എടുത്തിട്ടുള്ളത് നമ്മളുടെ ഏറ്റവും ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള വർഗീസ് വൈദ്യൻ സാറാണ്. അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അദ്ദേഹം വളരെ അധികം എഫർട്ട് എടുത്തിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇത് നമ്മളുടെ കുഞ്ഞു മക്കൾക്ക് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉപകരിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. നല്ല രീതിയിൽ സ്കൂളുകളിലേക്ക് എല്ലാ സ്കൂളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി വരുന്ന എല്ലാ പ്രോഗ്രാമുകളും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയരാണിസം. അങ്കമാലി കാലടി മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 35 അധ്യാപകർക്കാണ് ലയൺസ് ക്വസ്റ്റ് പദ്ധതി പ്രകാരം പരിശീലനം നൽകിയത്. ലയൺസ് ക്ലബ്ബ് 318C ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഒരു എഫേർട്ട് ഫ്യൂറ്റൈൽ ആവുന്നത് തീർച്ചയായിട്ടും എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് SFA ഇല്ലാതെ വരുമ്പോഴാണ്. അതാണ് ഇതിൻ്റെ ഒരു ക്രീമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഒരു സ്കൂളിൽ ഇതിന് യാതൊരു തരത്തിലുള്ള ഭംഗവും വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. അതിന് സ്കൂളിലെ നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കടപ്പെട്ടിരിക്കും. തീർച്ചയായിട്ടും ഇതൊരു കരിക്കുലത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ട് മാനേജ്മെൻറ്റും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ടീച്ചേഴ്സിൻ്റെ പൂർണ്ണ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈദ്യൻ സാർ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാം എന്തുമാത്രം എവിടം വരെ ആയി എന്ന് ഡിസ്ട്രിക്ട് ഗവർണർക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഡോക്ടർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. കഴിഞ്ഞ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ വർഷം തീർച്ചയായിട്ടും ഇതിനു മുമ്പ് നടന്ന ക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുത്ത് അവിടെ എവിടെയൊക്കെ SFA ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നുണ്ട്, ഇനി എവിടെയൊക്കെ നമുക്കത് കൂടുതൽ പുഷ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഇത് നമുക്ക് നോക്കി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ലയൺസ് ക്വസ്റ്റ് ജില്ലാ സെക്രട്ടറി PN ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ പ്രൊഫസർ വർഗീസ് വൈദ്യൻ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി. പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ ടീച്ചേഴ്സിനും ചടങ്ങിൽ വച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ക്ലബ്ബ് ഭാരവാഹികളായ സിറിൽ ശ്രീധർ, ജോർജ് സാജു, KC മാത്യൂസ്, VJ ഇന്ദുലാൽ, രതീഷ് ബാലൻ എന്നിവർ പ്രസംഗിച്ചു. ശ്രീശാരദാ വിദ്യാലയ സീനിയർ പ്രിൻസിപ്പൽ ഡോക്ടർ ദീപാചന്ദ്രൻ, അധ്യാപിക രശ്മി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ
പരിശീലന ക്ലാസ്സിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകി. ലയൺസ് ക്ലബ് ഓഫ് അങ്കമാലി എയർ സിറ്റിയുടെ സേവന പദ്ധതികളുടെ ഭാഗമായി അങ്കമാലി ഡോൺ ബോസ്കോ സ്കൂളിൽ കരിയർ പൊട്ടൻഷ്യൽ മാപ്പിംഗ് ആൻഡ് കരിയർ ലാബ് അറ്റ് സ്കൂൾ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എഞ്ചിനീയറിംഗിന് പോകണോ, അതോ മെഡിസിന് പോകണോ, കമ്പ്യൂട്ടർ സയൻസിന് പോകണോ, അപ്പം അങ്ങനെ വലിയൊരു കൺഫ്യൂഷൻ വരുന്നൊരു സമയമാണ്. ഇത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഓരോ സ്റ്റേജിൽ ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷനാണ്. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ കോളേജിലൊക്കെ ജോയിൻ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ ഗ്രാജുവേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ മനസ്സിലാവുന്നത് ദിസ് വാസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, ഐ ഷുഡ് ഹാവ് ഡൺ സംതിങ് എൽസ് എന്ന് ചിലർക്കെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ ഞങ്ങളൊക്കെ ഈ കൺഫ്യൂഷൻ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. നമുക്ക് ഇപ്പോൾ ഒരു ആവറേജ് 12th പാസ്സാവുന്ന ആളുകളോട് വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ എന്ന് ചോദിച്ചാൽ, ഇഫ് ഐ ആസ്ക് യു ഓൾസോ how many of you want to go abroad? How many of you are planning to go abroad for higher studies? Can raise your hands. No issues. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ N. നമ്പൂതിരി അധ്യക്ഷനായിരുന്നു. വളരെ ക്ലിയർ ആയിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിലും സമയത്ത് തന്നെ അതിനെക്കുറിച്ച് ഉള്ള താല്പര്യം എന്താണെന്ന് പ്രകടിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഇതാണ് വേണ്ടതെന്ന് ആവശ്യപ്പെടുവാനോ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ സാധിച്ചു എന്ന് വരില്ല. അത് ആദ്യം സൂചിപ്പിച്ച പോലെ പേരൻസിന്റെ ഭാഗത്തുനിന്നോ പിയർ പ്രഷറോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ അല്ലെങ്കിൽ തൊട്ടടുത്ത നൈബേഴ്സിന്റെ ഒക്കെ ഒരു താല്പര്യത്തിലേക്ക് വഴങ്ങിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ മാറുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. അതിനെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ അന്തർലീനമായ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കുള്ള അഭിരുചികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് ദിശയിലേക്കാണ് കൂടുതൽ ഒരു ഇൻക്ലിനേഷൻ എന്ന് മനസ്സിലാക്കുവാൻ സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജി അഡോപ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ഈ ഒരു പ്രോഗ്രാമുകൾ ഉദ്ദേശിക്കുന്നത്. 200ഓളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.